നമസ്കാരം. കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡനത്തിൽ പരാതി നൽകിയ ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയ കുടുംബം. കയർ ബോർഡ് ഓഫീസിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. വിപുൽ ഗോയൽ, ജിതേന്ദ്ര ശുക്ല, പ്രസാദ് കുമാർ, അബ്രഹാം സിയു എന്നിവർക്കെതിരെയാണ് പരാതി. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിനാണ് ജോളിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ MSME അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. അന്വേഷണത്തിനായി 3-അംഗ സമിതിയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആരോപണങ്ങൾ പരിശോധിച്ച 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കയർ ബോർഡ് നിർദ്ദേശവും നൽകി. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ജോളി മരിച്ചത് തൊഴിൽ പീഡനത്തെ തുടർന്നാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിന് പിന്നാലെയാണ് അന്വേഷണത്തിന് കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. തലയിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ജോളി മരിച്ചത്. സംഭവത്തിൽ കയർ ബോർഡ് ചെയർമാനും മുൻ സെക്രട്ടറിക്കുമെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡിലെ കൊച്ചി ഓഫീസിലെ സെക്ഷൻ ഓഫീസറായിരുന്നു ജോളി. തൊഴിലിടത്തിൽ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനമാണെന്നും അതിനെ തുടർന്നാണ് ജോളി മരിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു. ആരോപണ വിധേയനായ ബോർഡ് സെക്രട്ടറി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ കയർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പലതവണ പരാതി നൽകിയിട്ടും ജോളി മധുവിന് നീതി ലഭിച്ചിട്ടില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും പറഞ്ഞു. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ത്രീകൾ എത്ര അരക്ഷിതരാണെന്ന് വ്യക്തമാക്കുകയാണ് ജോളി മധുവിന്റെ മരണം. പലതവണ പരാതി നൽകിയിട്ടും ജോളി മധുവിന് നീതി ലഭിച്ചില്ല. ക്യാൻസർ അതിജീവിത എന്ന പരിഗണന പോലും കൊടുത്തില്ല. അഴിമതിക്കാർക്കെതിരെ ശബ്ദിച്ചതിനാണ് ജോളിക്കെതിരെ പ്രതികാര നടപടിയെടുത്തതെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. കയർ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.